അയ്യങ്കാളിയാവാൻ മമ്മൂട്ടിയില്ല. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന കാര്യം വിവരം ഓർമ്മിപ്പിക്കുകയാണ്. അയ്യങ്കാളിയാകാൻ മമ്മൂട്ടിയില്ല, പകരം മറ്റൊരു യുവതാരം. കതിരവൻ എന്ന ചിത്രം പുറത്തു വരാനിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി ഒരുങ്ങുന്ന കതിരവൻ എന്ന ചിത്രത്തിൽ യുവതാരം സിജു വിൽസനാണ് നായകനായി എത്തുക എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ മമ്മൂട്ടി നായകനായി എത്തിയേക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ചിത്രമായിരുന്നു കതിരവൻ. മമ്മൂട്ടി പിന്മാറിയതോടുകൂടിയാണ് സിജു വിൽസൺ അയ്യങ്കാളി എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അരുൺ രാജ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. അരുൺ രാജ് തന്നെയായിരുന്നു മമ്മൂട്ടി അയ്യങ്കാളി എത്തുമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ വന്ന ഓരോ ഇന്റർവ്യൂകളും അദ്ദേഹത്തിന്റെ ലൈവുകളൊക്കെ തന്നെ വലിയ രീതിയിൽ അന്ന് വൈറലായി മാറിയിരുന്നു. മാത്രമല്ല, മമ്മൂക്ക ചിത്രത്തിൽ എത്തുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്താണ് സംഭവിച്ചിരിക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. താര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജഗദമ്പി കൃഷ്ണ ചിത്രം നിർമ്മിക്കുന്നു. ആക്ഷന് അതീവ പ്രാധാന്യമുള്ള ഈ ചിത്രം താര പ്രൊഡക്ഷൻസിന്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ്. അരുൺ രാജ് സംവിധാനവും ഛായാഗ്രഹണവും ചെയ്യുന്ന ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ പ്രദീപ് കെ താമരക്കുളമാണ്. ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം കതിരവന്റെ സംഗീതം ഒരുക്കുന്നത് ബിജിബാലാണ്. ഏതായാലും സിജു വിൽസന്റെ ആ ഒരു ഫോട്ടോ, അരുൺ രാജും കൂട്ടിന് നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായി ബയോപിക് ഓഫ് റീനൈസൻസ് ഹീറോ മഹാത്മാ അയ്യങ്കാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്ന ഒരു വലിയൊരു പോസ്റ്റും അതിന്റെ ചുവടെയുണ്ട്. ഏതായാലും അരുൺ രാജ് സംവിധാനം ചെയ്യുന്ന 2ാമത്തെ ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണിത്. എഡ്വിന്റെ നാമം എന്ന ചിത്രമാണ് അരുൺ രാജ് ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത ചിത്രം. മെമ്മറി ഓഫ് മർഡർ, വെൽക്കം ടു പാണ്ഡിമല എന്ന ചിത്രങ്ങളുടെ ക്യാമറയും അരുൺ രാജ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. വിനോദ് പറവൂറാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായി എത്തുന്നത്. അതേസമയം 19ാം നൂറ്റാണ്ട് എന്ന സിനിമയ്ക്ക് ശേഷം സിജു വിൽസൺ മറ്റൊരു നവോത്ഥാന നായകനാകുന്നു എന്ന പ്രത്യേകത കൂടി കതിരവൻ എന്ന ചിത്രത്തിനുണ്ട്. 19ാം നൂറ്റാണ്ടിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരായിട്ടായിരുന്നു സിജു വേഷമിട്ടത്. ഗംഭീര ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയോടുകൂടി തന്നെയായിരുന്നു ആ ചിത്രം അവതരിച്ചത്. ചിത്രം ഒരു വിജയ ചിത്രമായിരുന്നു. സിജുവിന്റെ കിടിലൻ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്, കയ്യടികൾ സ്വീകരിക്കപ്പെട്ടവയാണ്. മാരീജൻ, ഡിക്റ്റേറ്റീവ്, ഉജ്ജ്വലൻ, മുന്നോട്ട് എന്നീ സിനിമകളാണ് സിജുവിൻ്റെതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. യുവതാരങ്ങളിൽ ഏറെ പ്രശസ്തനായിട്ടുള്ള സിജുവിൽ നിന്ന് മികച്ച ഒരു കഥാപാത്രം തന്നെയായിരിക്കും കതിരവനിലൂടെ നമുക്ക് കാണാനാവുക എന്ന പ്രതീക്ഷകളോടെ കാത്തിരിക്കുകയാണ് ഈ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിന് വേണ്ടി. എന്തായാലും കാത്തിരിക്കാം കതിരവനായി സിജു വിൽസൺ എത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.